2026 ഓഗസ്റ്റ് മാസം 1-ാം തീയതി. സമയം ഇപ്പോൾ 9 മണി, കാലത്ത് 9 മണിയാകുന്നു. പാലായിൽ ഉള്ള വെള്ളപ്പൊക്കത്തിന്റെ ദൃശ്യങ്ങളാണ് പാലാ ടൗണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലായിൽ നമുക്കറിയാം, പാലാ ടൗൺ ഏതാണ്ട് നല്ല രീതിയിൽ വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണിയിലാണ്. ഇവിടെ നമ്മൾ കാണുന്നത് പാലാ കുരിശുപള്ളിയാണ്. കുരിശുപള്ളിയുടെ താഴെ ഉള്ള ഭാഗമാണ്. മീനച്ചിലാറ് നിറഞ്ഞ് കവിഞ്ഞ് പഴയ ബസ് സ്റ്റാൻഡിന്റെ സൈഡിലൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഇതാണ് നമ്മൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴയും പൊഴിയും പാലക്കാരും എന്ന ഈ വീഡിയോ ഞാൻ എല്ലാ വർഷവും എല്ലാ സമയത്തും വെള്ളം പൊങ്ങുന്ന സമയങ്ങളിൽ ഇവിടെ ചെയ്യാറുണ്ട്. ഏതാണ്ട് നല്ല രീതിയിൽ പാലായിലേക്ക് വെള്ളം കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഇനിയും വെള്ളം ഉയരാനാണ് സാധ്യത. ഇവിടെയുള്ള കടമുറികളിലൊക്കെ, ഇവിടെ കുറച്ച് കടമുറികളാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത്. കടമുറികളിനകത്തെല്ലാം, കടയിലെല്ലാം വെള്ളം കയറി തുടങ്ങി. ഇനിയും വെള്ളം വരവാണ്, അതായത് വെള്ളം വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കിഴക്കൻ മേഖലയിൽ വെള്ളം ഇറങ്ങുന്നുണ്ട്. ഈരാറ്റുപേട്ട, പനിക്കപ്പാലം, ഭരണങ്ങാനം ഭാഗത്തുനിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്. മൂന്നാനി ഭാഗത്തൊക്കെ ഇച്ചിരി കൂടി വരുന്നു. പിന്നെ പാലായിൽ ഇനിയും വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട്. ഈ ദൃശ്യങ്ങൾ ഞാൻ പാലാ വലിയ പാലത്തിന്റെ സമീപം നിന്നുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വലിയ പാലം, ഇത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം ലോകമെമ്പാടുമുള്ള പാലാക്കാർക്ക് പാലായിലെ വെള്ളപ്പൊക്കത്തെ പറ്റിയുള്ള ഒരു വിവരം അറിയണമെന്ന് എപ്പോഴും ആഗ്രഹമുണ്ട്. അതിലേക്ക് വേണ്ടി മഴയും പൊഴിയും പാലാക്കാരും എന്ന വീഡിയോ പാലാ നഗരസഭ 24-ാം വാർഡ് കൗൺസിലറാണ് ഞാനിതാ നിങ്ങൾക്കെല്ലാം വേണ്ടി ഷെയർ ചെയ്യുന്നു. എല്ലാവരും, പാലായിലുള്ള എല്ലാവരും ഈ വെള്ളപ്പൊക്കത്തെ മുൻകരുതലെടുത്ത് മുമ്പോട്ട് പോകുമെന്നും കരുതുന്നു. താങ്ക് യു.